ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനൊരു നെയ്പത്തൽ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നെയ്പത്തൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. റേഷൻ അരി ഉപയോഗിച്ചുള്ള നെയ്പത്തലാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഈ ഒരു നാഴിയിൽ 2 നാഴി അരിയാണ് ഞാൻ എടുക്കുന്നത്. റേഷൻ അരിക്ക് പകരം പുഴുങ്ങലരി എടുത്താലും നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പത്തൽ നമുക്ക് കിട്ടും. ഇനി ഈ അരി ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അരി കുതിരാൻ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കുതിരാൻ വെക്കുക. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അരി വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് വേറൊരു പാത്രം കൊണ്ട് നമുക്കൊന്ന് മൂടി വെക്കാം. മിനിമം ഒരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 8 മണിക്കൂർ കുതിർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അരി 1 കപ്പിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങാമുറി, 12 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ ഉപ്പും, ഞാൻ ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 തണ്ട് കറിവേപ്പില. കൂടാതെ ഇതിനാവശ്യമായ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഗ്രൈൻഡറിലേക്കാണ് അരക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. നെയ്പത്തലിന് ആവശ്യമായ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നെയ്പത്തലിന് അരി അരക്കുമ്പോൾ നന്നായി അരയാൻ പാടില്ല. ഒരു ചെറിയൊരു തരിയോടെ വേണം എടുക്കാൻ. എങ്കിലേ നമ്മുടെ നെയ്പത്തൽ നന്നായി പൊന്തി വരികയുള്ളൂ. ഇനി നെയ്പത്തൽ ചുട്ടെടുക്കാം. അതിനാവശ്യമായ പാത്രം ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവുമ്പോഴേക്കും നെയ്പത്തൽ പരത്തിയെടുക്കാം. ഏകദേശം ഇത്ര വലിപ്പത്തിലുള്ള ബോളുകളാക്കിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. വാഴയിലയിലാണ് ഞാൻ പരത്താൻ വേണ്ടി പോകുന്നത്. ഇനി ഫസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. അല്ലെങ്കിൽ മാവ് ഇലയിലേക്ക് ഒട്ടിപ്പിടിച്ച് നമുക്ക് എടുക്കുന്ന സമയത്ത് അത് കിട്ടില്ല. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അധികം നന്നായി പരത്തേണ്ട ആവശ്യമില്ല. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നെയ്പത്തൽ ഓരോന്നായി ചുട്ടെടുക്കാം. നെയ്പത്തൽ ഇതാ പൊന്തി വരുന്നുണ്ട്. നെയ്പത്തൽ കംപ്ലീറ്റ് പൊന്തിയതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നെയ്പത്തൽ പൊന്തി വരാൻ 1 മിനിറ്റ് വരെ എടുക്കും. നെയ്പത്തലിൻ്റെ ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയും 4 മണി പലഹാരമായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മുടെ ഈ നെയ്പത്തൽ. എൻ്റെ വീട്ടിൽ സ്ഥിരമായി നെയ്പത്തൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ വ്യത്യാസം വരാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്കിൽ നല്ല സോഫ്റ്റായ മൊരിഞ്ഞ നെയ്പത്തൽ നിങ്ങൾക്കും ഉണ്ടാക്കാം. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ നെയ്പത്തൽ. ചിക്കൻ കറിയും കടലക്കറിയും മുട്ടക്കറിയും അങ്ങനെ എല്ലാ കറിയും ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് സോയാബീൻ കറിയാണ്.
ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ റേഷൻ അരി കൊണ്ടുള്ള അടിപൊളി നെയ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്പത്തലിൻ്റെ കൂടെ സോയാബീൻ കറിയും ചായയുമാണ് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.